കത്തി നിന്ന വിഷയമായിരുന്നു കസ്റ്റഡി മർദ്ദനം. വർഷങ്ങൾ കഴിഞ്ഞാണെങ്കിലും പുറത്തുവന്ന ദൃശ്യങ്ങൾ നമ്മളെയൊക്കെ മനസ്സിൽ തീ കോരിയിട്ടിരുന്നു. ഞാനും നിങ്ങളും എന്തെങ്കിലും പ്രശ്നം നേരിട്ടാൽ ആദ്യം മനസ്സിലേക്ക് വരിക നമുക്ക് ആശ്രയമായി പോലീസ് ഉണ്ടാകുമെന്നതാണ്. പ്രതിപക്ഷം കാര്യമായി തന്നെ ഈ വിഷയം ഏറ്റെടുത്തിരുന്നു. സഭ ചേർന്നപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നു. പക്ഷേ പ്രതിപക്ഷത്തെ പോലും അത്ഭുതപ്പെടുത്തി അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാമെന്ന് സർക്കാർ സമ്മതിച്ചു. നിശ്ചയിച്ച 2 മണിക്കൂറിൽ കൂടുതൽ സമയമെടുത്ത് അടിയന്തരാവസ്ഥ മുതൽ ഇങ്ങോട്ട് മുഖ്യമന്ത്രി എണ്ണി അങ്ങ് മറുപടി പറഞ്ഞു. പ്രതിപക്ഷം വിട്ടുകൊടുത്തില്ല. കസ്റ്റഡി മർദ്ദനത്തിൽ തൃപ്തികരമായ നടപടി വരുന്നതുവരെ 2 MLA-മാർ സഭാ കവാടത്തിൽ നിരാഹാരം ഇരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം വന്നു. അവരെ സംരക്ഷിക്കാനാണ് നിങ്ങളുടെ ഭാവം എങ്കിൽ അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ദിവസം മൗനം പാലിച്ചത്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് നിങ്ങൾ. അന്ന് പറഞ്ഞേ മതിയാവൂ, ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കുമോ ഇല്ലയോ. സാർ, അതുവരെ ഞങ്ങൾ ഈ നിയമസഭയുടെ ഈ ഹോളിന്റെ കവാടത്തിന് മുന്നിൽ ഞങ്ങളുടെ 2 MLA-മാർ ശ്രീ സനീഷ് കുമാറും ശ്രീ അഷറഫും അനിശ്ചിതകാല സത്യാഗ്രഹം ഇന്നു മുതൽ ആരംഭിക്കുക. ഇതിനൊരു നടപടിയെടുക്കുന്നത് വരെ വേണം. ഇതിനൊരു നടപടി ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. MLA സനീഷ് കുമാർ, MLA AKM അഷ്റഫ് ഇരുവരുമാണ് കവാടത്തിൽ സത്യാഗ്രഹം ഇരുന്നത്. നടപടിയെടുക്കുന്നതുവരെ സമരം എന്നതായിരുന്നു നിലപാട്. ആദ്യത്തെ ദിവസം പ്രതിപക്ഷത്തു നിന്ന് വലിയ പിന്തുണയാണ് ഈ സമരം ഇരുന്നവർക്ക് കിട്ടിയത്. അനിശ്ചിതകാല നിരാഹാരം പക്ഷേ 2 ദിവസത്തിനുള്ളിൽ തീർന്നുപോയി. അന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതിന് പറഞ്ഞ മറുപടി ഇനി അങ്ങോട്ട് അവധി ദിവസങ്ങളാണല്ലോ എന്നതാണ്. അത് ശരിയാണ്. ഇന്നിതാ വീണ്ടും സഭ ചേർന്നു. സഭാ കവാടത്തിന് പുറത്ത് ആരും സമരമിരുന്നില്ല, ഒരു പ്രതിഷേധവും ഉണ്ടായില്ല. മാത്രമല്ല, നിരാഹാരമിരുന്ന MLA-മാർ ഇന്ന് സഭയ്ക്കുള്ളിലായിരുന്നു. സർക്കാരിന്റെ നടപടികളിൽ പ്രതിപക്ഷത്തിന് പൂർണ്ണ തൃപ്തിയാണെന്ന് പറയാൻ ഭരണപക്ഷത്തിന് സുവർണ അവസരം. അടിയന്തര പ്രമേയത്തിന് മറുപടി കിട്ടിക്കഴിഞ്ഞപ്പോ തൃപ്തിപ്പെടാതെ പുറത്തേക്ക് പോയി 2 പേരെ സത്യാഗ്രഹത്തിലിരുത്തി. അവർ സത്യാഗ്രഹം ഇരിക്കുകയാണ് ഈ തീരുമാനം വരുന്നത് വരെ എന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇപ്പൊ പോലീസ് നയത്തിൽ പൂർണ്ണമായി തൃപ്തിയുള്ളത് കൊണ്ടായിരിക്കാം സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് അവരെല്ലാവരും തന്നെ ഇപ്പൊ സഭയ്ക്കകത്തുണ്ട്. പ്രതിപക്ഷ നേതാവാണെങ്കിൽ അവർ തിരിച്ച് സഭയ്ക്കകത്തേക്ക് വന്ന സാഹചര്യം എന്താണെന്ന് ഇതുവരെ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും സമയം കണ്ടെത്തിയിട്ടില്ല എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ആദ്യം പറഞ്ഞതുപോലെ കസ്റ്റഡി മർദ്ദനം അത് ഗുരുതരമായ വിഷയം തന്നെയാണ്. സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വവുമുണ്ട്. പക്ഷേ തുടങ്ങിയാൽ പോരാ, അത് മുന്നോട്ട് കൊണ്ടുപോകാനും ആർജവം വേണം.